PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് CSEB പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ആക്ട് ആൻഡ് റൂൾസ് അമെൻമെൻറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ റൂൾ 2 സബ് റൂൾ AI ഡാഷ് മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സെക്ഷൻ 63 സബ്സെക്ഷൻ 9 ഓഫ് ദ ആക്ട്. ആസ് പെർ റൂൾ 2 സബ് റൂൾ AI ഡാഷ് മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സെക്ഷൻ 63 സബ്സെക്ഷൻ 9 ഓഫ് ദ ആക്ട്. അതായത് റൂൾ 2 സബ് റൂൾ AIയിൽ എന്തിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്? ഉത്തരം ഓഡിറ്റ് ടീം. ഓഡിറ്റ് ടീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ AIയിലാണ്. ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സെക്ഷൻ 63 സബ്സെക്ഷൻ 9 ഓഫ് ദ ആക്ട്. ഓഡിറ്റ് ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് DCA ആണ്. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഓഡിറ്റ് ടീമാണ്. ഓഡിറ്റ് ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് DCA ആണ്. ഓഡിറ്റ് ടീമിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 63 സബ്സെക്ഷൻ 9. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ആക്ട്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദ ആക്ട്. ഉത്തരം സെക്ഷൻ 57E. ഇപ്പോൾ നടന്ന CSEB ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് KCS ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നാണ് ചോദ്യം. ഉത്തരം സെക്ഷൻ 57E. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ 2 സബ് റൂൾ H പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ ഗവൺമെൻറ് ഡാഷ് ആൻഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. As per rule 2 sub rule H, person includes the government dash and cooperative societies registered under this act. ഉത്തരം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്ഷൻ 2H പ്രകാരം പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹകരണ സംഘങ്ങളും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റുമാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ Hലാണ്. അടുത്തത് റൂൾ 3 സബ് റൂൾ 6 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. റൂൾ 3 സബ് റൂൾ 6 ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. ഉത്തരം രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 3 സബ് റൂൾ 6. റൂൾ 3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അതിൽ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത് സബ് റൂൾ 6ലാണ്. രജിസ്ട്രേഷൻ ഫീസിൻ്റെ റൂള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് രജിസ്ട്രേഷൻ ഫീസിൽ മാറ്റം വന്നിട്ടുണ്ട് അമെൻമെൻറ്റ് അനുസരിച്ച്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ 2500, ഒരു താലൂക്കിൽ കൂടുതലുണ്ട് ഒരു ജില്ലയ്ക്ക് ഉള്ളിലാണെങ്കിൽ 5000, ഒരു ജില്ലയാണെങ്കിൽ 6250, ഒരു ജില്ലയിൽ കൂടുതലുണ്ടെങ്കിൽ 12500. അങ്ങനെയാണ് പുതിയ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. റൂൾ 4B ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. റൂൾ 4B ഓഫ് KCS റൂൾസ് 1969 ഡീൽസ് വിത്ത്. ഉത്തരം മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യുന്ന കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് റൂൾ 4Bയിൽ പറയുന്നത്. 4A നമുക്കറിയാം, മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. തിരിച്ചെടുക്കാനാവാത്ത വിധം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്ന കേസിൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് റൂൾ 4Aയിൽ പറയുന്നത്. 4B മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഈ ഒരു കേസിൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 3Bയിലാണ്.
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3 ആണ്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3A. പേര് ചേഞ്ച് ആവുന്ന കേസിൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 3Bയിലാണ്. റൂൾ 13A ഡീൽസ് വിത്ത് ഉത്തരം പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. റൂൾ 13A പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. റൂൾ 13B പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം, നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൽ കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൽ കോൺട്രിബ്യൂട്ട് മോർ ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഉത്തരം 10%. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% കൂടുതൽ ലോണായിട്ട് പ്രൊമോട്ടിംഗ് സൊസൈറ്റി കൊടുക്കില്ല. നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി ഷാൽ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 10% ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. A cooperative society based on a resolution passed with a dash majority at the general body meeting may wind up a subsidiary institution formed under section 14AA of the Act. A cooperative society based on a resolution passed with a dash majority at the general body meeting may wind up a subsidiary institution formed under section 14AA of the Act. അതായത് സെക്ഷൻ 14AA പ്രകാരം ഫോം ചെയ്തിട്ടുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വൈൻഡിങ് അപ്പിന് എത്ര മെജോറിറ്റിയാണ് ജനറൽ ബോഡി പാസ്സാക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം സിമ്പിൾ മെജോറിറ്റിയാണ്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ എ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് സിമ്പിൾ മെജോറിറ്റി അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് മേ വൈൻഡ് അപ്പ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് അണ്ടർ സെക്ഷൻ 14AA ഓഫ് ദ ആക്ട്. റൂൾ 16F ഡീൽസ് വിത്ത് ഉത്തരം എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 16F പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. 16F പറയുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആക്റ്റീവ് മെമ്പർ ആവാനുള്ള എലിജിബിലിറ്റി കണ്ടീഷനെ കുറിച്ചാണ് റൂൾ 16F പറയുന്നത്. ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 16Bയിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2 കണ്ടീഷനാണ് പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു 6 മാസം എടുത്താൽ സൊസൈറ്റിയിലേക്ക് 100 ലിറ്റർ പാല് കൊടുത്തിരിക്കണം. സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഒരു ക്യാറ്റിൽ ഷെഡ് ഉണ്ടായിരിക്കുകയും പാല് കറക്കുന്ന ഒരു പശുവോ എരുമയോ ഉണ്ടായിരിക്കുകയും വേണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ ആ മെമ്പർക്ക് ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലൊരു ആക്റ്റീവ് മെമ്പർ ആവാം. അടുത്ത ചോദ്യം, സെക്ഷൻ 2 സബ്സെക്ഷൻ PA ഡീൽസ് വിത്ത് ഡാഷ്. സെക്ഷൻ 2 സബ്സെക്ഷൻ PA ഡീൽസ് വിത്ത് ഡാഷ്. ഉത്തരം റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി. സെക്ഷൻ 2 സബ്സെക്ഷൻ PAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിനെ കുറിച്ചാണ്. അതായത് സെക്ഷൻ 2ലാണ് ഡെഫിനിഷൻസ് വരുന്നത്. അതിൽ PAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ PA പ്രകാരം റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി എന്ന് വെച്ചാൽ സെക്ഷൻ 80BB പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ PA റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി ഈസ് എ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 80BB. RCMBUവിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി. അപ്പം റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 80BB പ്രകാരമാണ്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ PA. സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 2 സബ്സെക്ഷൻ QBA ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത്. ഉത്തരം സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ സെക്ഷൻ 2വിൽ കുറച്ച് സബ്സെക്ഷൻസ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. സെക്ഷൻ 2 സബ്സെക്ഷൻ DB കോമൺ സോഫ്റ്റ്വെയർ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ DC കൺസോഷ്യം. സെക്ഷൻ 2 സബ്സെക്ഷൻ QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ V യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്.
സെക്ഷൻ 2 സബ്സെക്ഷൻ QBA സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സാമൂഹ്യ സഹകരണ സംഘങ്ങൾ. ഭിന്നശേഷിക്കാർ, പ്രായമായവർ, ട്രാൻസ്ജെൻഡറുകൾ, വിഷാദം ബാധിച്ച ആളുകൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പോലെയുള്ള സാമൂഹ്യ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളാണ് സാമൂഹ്യ സഹകരണ സംഘങ്ങൾ. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ QBAയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ്. അടുത്ത ചോദ്യം, ആസ് പെർ സെക്ഷൻ 73 സബ്സെക്ഷൻ 2A the liquidator shall complete the winding up proceedings within a period of dash years from the date of his appointment. As per section 73 subsection 2A, the liquidator shall complete the winding up proceedings within a period of dash years from the date of his appointment. സെക്ഷൻ 73 സബ്സെക്ഷൻ 2A അനുസരിച്ച് ലിക്വിഡേറ്റർ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം എത്ര വർഷത്തിനുള്ളിലാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. ഉത്തരം 2 years ആണ്. നേരത്തെ 3 years ആയിരുന്നു. അമെൻമെൻറ്റ് പ്രകാരം 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ആക്കണം. സെക്ഷൻ 106A ഡീൽസ് വിത്ത് സെക്ഷൻ 106A ഡീൽസ് വിത്ത് ഉത്തരം പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു സെക്ഷനാണ് സെക്ഷൻ 106A. ഇതിൽ പറയുന്നത് പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. അതുപോലെ സെക്ഷൻ 68Bയും പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. അതിൽ പറയുന്നത് പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എക്സെട്ര. സെക്ഷൻ 68Bയിൽ പറയുന്നത് പവർ ഓഫ് ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ടു ഡീൽ വിത്ത് ഇറഗുലാരിറ്റീസ് എക്സെട്ര. സെക്ഷൻ 106A പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. അടുത്തത് റൂൾ 178A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 178A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത് റൂൾ 178Aയിലാണ്. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിൻ്റെ ഫീസിൽ അമെൻമെൻ്റ് അനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും കേസ്കാർഡ് ബാങ്കിനും പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് 15,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ടത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ പ്രൈമറി കാർഡ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ 7,500. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ 5,000 രൂപ ആണ് ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസിൻ്റെ ഫീസാണ് പറഞ്ഞത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും കേസ്കാർഡ് ബാങ്കിനും 15,000 രൂപ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനും പാക്സിനും പ്രൈമറി കാർഡ് ബാങ്കിനും 7,500, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും 5,000 രൂപ. അടുത്ത ചോദ്യം, ഡാഷ് റൂൾ ഡീൽസ് വിത്ത് ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഡാഷ് റൂൾ ഡീൽസ് വിത്ത് ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് Kerala Cooperative Milk Marketing Federation and its Regional Cooperative Milk Producers Union. ഉത്തരം റൂൾ 170A. റൂൾ 170Aയിലാണ് KCMMF അഥവാ മിൽമയുടെയും RCMBUസിൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു റൂളിൽ പറയുന്നുണ്ട് മിൽമയുടെയും RCMBUവിൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു അപ്രൂവ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അവർക്ക് താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതിലൊന്നാമത്തേത് മിനിമം 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ കേഡർ ഇൻ എ റെപ്യൂട്ടഡ് ഫേം ഇൻ ഡയറി ഇൻഡസ്ട്രി. രണ്ടാമത്തേത് ഗ്രാജുവേഷൻ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. മൂന്നാമത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഈസ് പ്രിഫറബിൾ. ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രിഫറബിൾ. ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള അപ്രൂവ്ഡ് ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം മിൽമയുടെയും RCMBയുടെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇവർക്ക് കൊടുക്കേണ്ട ഫീസ് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഫങ്ഷണൽ രജിസ്ട്രാർ ആയിരിക്കും. സമയാസമയം ഫങ്ഷണൽ രജിസ്ട്രാർ ഡയറിയാണ് ഇവർക്ക് ഉള്ള ഫീസ് ആൻഡ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. The Apex Society shall prepare a panel of experts or agencies within 1 month from the end of every financial year and submit it to the registrar diary for approval. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ അപ്പെക്സ് സൊസൈറ്റികൾ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഏജൻസീസ് ആണ് ഈ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്.
ഇങ്ങനെയുള്ള പാനൽ ഓഫ് എക്സ്പേർട്സിൻ്റെയും ഏജൻസിയുടെയും ലിസ്റ്റ് അപ്പെക്സ് സൊസൈറ്റി ഒരു മാസത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്തിട്ട് രജിസ്ട്രാർ ഡയറിക്ക് മുമ്പാകെ അപ്രൂവലിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഡയറി ഈ ഒരു പ്രൊപ്പോസ്ഡ് പാനൽ വെരിഫൈ ചെയ്യും. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഒന്നുകിൽ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ്, അതിൻ്റെ റീസൺ പറയും. അത് വിത്തിൻ എ പീരീഡ് ഓഫ് 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും അപ്രൂവ് ചെയ്യുകയാണെങ്കിലും വിത്തിൻ 60 days 60 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർ ഡയറി ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ രജിസ്ട്രാർ ഡയറി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയും RCMBUവും അവരുടെ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ആ ഒരു കൺസേൺ ഏജൻസി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് രജിസ്ട്രാർ ഡയറി സെലക്ട് ചെയ്തിട്ടുള്ള അപ്രൂവൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് കൈമാറും. അത് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് അപ്രൂവ്ഡ് പാനൽ. ഇങ്ങനൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലാണ് ഈ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് അവരെ ഏൽപ്പിക്കേണ്ടത്, അത് ചെയ്യാൻ ഏൽപ്പിക്കേണ്ടത്. ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ പേഴ്സൺ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുകയും കൃത്യസമയത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. അത് ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് അപ്പെക്സ് സൊസൈറ്റി ആൻഡ് രജിസ്ട്രാർ ഡയറി. അപ്പെക്സ് സൊസൈറ്റിയുടെയും രജിസ്ട്രാർ ഡയറിയുടെയും ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം. The interested agency or person shall conduct the annual performance audit and submit the report in time as per the direction of the Apex Society and the Registrar Diary. ഈ കാര്യങ്ങളൊക്കെയാണ് റൂൾ 170A പറയുന്നത്. റൂൾ 170A ഡീൽസ് വിത്ത് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ആക്ടിൻ്റെയും റൂൾസിൻ്റെയും അമെൻമെൻറ്റിൽ നിന്നുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.